ഹലോ ഗായ്സ്, അച്ചച്ച ഫണ്ണാൻട്രാവൽസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിരുന്നൊരു പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ തീർക്കാനാണ് ഇന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നത്. ഇന്നൊരു എനിക്കൊരു ക്രാഫ്റ്റ് ഉണ്ടാക്കാമെന്ന് കമൻറ്റിൽ കൂടി ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഒരു ക്രാഫ്റ്റ് മോണോപോളി കൊണ്ടൊരു ബോർഡ് ഗെയിം ഉണ്ട്, അതെങ്ങനെ മോണോപോളിൻ്റെ സാധനങ്ങളും മിസ്സായ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. നമുക്ക് നേരെ റൂമിലേക്ക് പോവാം. അതിന് വേണ്ടത് ഇങ്ങനത്തെ ഒരു കാർഡ്ബോർഡ് വേണം, ഇത്ര വലിയ സൈസിൽ. പിന്നെ ഇങ്ങനത്തെ ഒരു മീഡിയം സൈസ് കാർഡ്ബോർഡ് ഞാൻ കീറി എടുത്തിട്ടുണ്ട്. ഇതിന്ന് ഈ ഷേപ്പിലുള്ള കാർഡ്സാണ് ഇനി വേണ്ടത്. അതുകൊണ്ട് ഇനി ഇങ്ങനത്തെ ഷേപ്പിൽ ഉണ്ടാക്കാൻ പോവാണ്. ഈ ഷേപ്പിൽ വെട്ടിയെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത്ര എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇങ്ങനത്തെ ഈ കാർഡ്ബോർഡിൽ ഒരു സൈഡിൽ ഇങ്ങനത്തെ വൈറ്റ് പേപ്പർ ഒട്ടിക്കണം. അത് നമുക്കിതിന് നേരെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിതിന് ഒരു പേജ് കീറണം. അപ്പോൾ നമുക്കത് കീറി കൊടുക്കാം. അപ്പോൾ പേജ് കീറിയിട്ടുണ്ട്. ഇനി ഈ സൈസിലേക്ക് ഇതെല്ലാം ഇവിടെ ഒട്ടിച്ചു കൊടുക്കണം ഗായ്സ്. അപ്പോൾ ഇങ്ങനത്തെ പേപ്പറിനെ ഇന്ന് മേലെ വെച്ചു. അപ്പോൾ നമ്മളിത് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്കിത് എത്ര ഇങ്ങനെ ആക്കിയാലും ഇവിടെ കോർണർ ഒട്ടിയിട്ടില്ല, പൊട്ടണേ ഉള്ളൂ. നമുക്ക് നേരെ അമുക്കി കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാതും റെഡിയാക്കി കൊടുക്കാം. ചില ആൾക്കാരുടെ അടുത്ത് ഗമ്മുണ്ടാവും. അപ്പോൾ എൻ്റെ അടുത്ത് ഗമ്മില്ലാത്തതുകൊണ്ട് ചോറിലാണ് ഞങ്ങൾ ഒട്ടിക്കണത് ഗായ്സ്. അപ്പോൾ ഞാൻ 3 എണ്ണം ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇത് അവൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 3 എണ്ണം കഴിഞ്ഞിട്ട് ഇനി ബാക്കി എല്ലാം ചെയ്തിട്ട് ഞാൻ കാണിക്കാം ഗായ്സ്. അപ്പോൾ ഞങ്ങൾ ഇത് മൊത്തം ഇവിടെ വൈറ്റ് പേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ബോർഡ് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിക്ക് പോകാം. ഈ കാർഡ്ബോർഡിൽ തന്നെ ഒരു ബോർഡ് ഷേപ്പിൽ കട്ട് ചെയ്യണം. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അവളാണ് കേട്ടോ ഫുള്ള് കട്ടിങ്ങും. ഞാൻ ആ സമയം കൊണ്ട് പൈസ ഉണ്ടാക്കാൻ പോവാണ്. അത് നമുക്ക് നേരെ കാണിച്ചു തരാം. ഇപ്പം അവളവിടെ കട്ട് ചെയ്യലും ഞാനിവിടെ പൈസ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ 2 പണി ഒരുമിച്ച് നടക്കുമല്ലോ ഗായ്സ്. അപ്പോൾ പൈസയ്ക്ക് ഞാൻ ഈ സൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ എഴുതും 1 റുപ്പി എന്നൊക്കെ എഴുതണം. അപ്പോൾ നമുക്ക് കുറേ റുപ്പീസ് 1, 5, 10, 20, 50, 100, 500 പറഞ്ഞിട്ട് റുപ്പീസ് വേണം. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യണം. അത് അവൾ അത്ര എത്തിയിട്ടുണ്ട്, വെട്ടി അത്ര എത്തിയിട്ടുണ്ട്. ഞാനിത് ഇത്ര ചെയ്തിട്ട് ഇനി കുറച്ചും കൂടി ചെയ്യണം ഗായ്സ്. അപ്പോൾ അവൾ ബോർഡ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അവൾ അതിൻ്റെ മേലെ ചോറ് തേക്കുകയാണ്. എന്നിട്ട് വേറെ പേപ്പർ ഇവിടെ ഒട്ടിക്കും. അതുകൊണ്ടാണ് അവൾ ഗമ്മ് തേക്കുന്നത്. ഒരു രീതിക്ക് ഇത് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അത്ര ആയിക്കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഞാൻ എത്രയും ചെയ്തു. അവിടെ ഇത്രയുണ്ട്. അവൾക്ക് ഒരു പണി കൊടുത്തിട്ടുണ്ട്. അവളും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളും പൈസയാണ് കേട്ടോ കീറുന്നത്. പൈസ ഞങ്ങൾക്ക് കുറേ വേണം. 5-6 ആൾക്കാർ കളിക്കാനുണ്ടെങ്കിൽ അത്രയും പൈസ ആവശ്യം വരും. ഒരാൾക്ക് 1500 വെച്ചിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പം മോണോപോളി പൈസ അവൾ അത്രയും ചെയ്തിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ അവൾ പൈസ തന്നെ കീറിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരമായി അവൾ കീറാൻ തുടങ്ങിയിട്ട്. പൈസ ഞാൻ പറഞ്ഞു ഞങ്ങൾ കണക്കിട്ടപ്പോൾ 145 എണ്ണം വേണം പറഞ്ഞു. അപ്പോൾ അവൾ അതിന് വേണ്ടി കീറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എൻ്റെ അടുത്തും ഉണ്ട് പൈസ. അപ്പോൾ അത് അവൾ കീറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാനിപ്പോൾ ഇതവിടെ ബോർഡ് ഉണ്ടാക്കാൻ ബോർഡ് ഇത്രയും ഉണ്ടാക്കി. ഇനി ഇതും കൂടി ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ കണ്ടുകൊണ്ടിരിക്കാം. ഞങ്ങളുടെ പണി ഇനിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അവൾ ഇനിയും പാവം കീറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ ഇനി ബോർഡൊക്കെ ഇവിടെ ഫുള്ള് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി ഞങ്ങളിവിടെ ഫുള്ള് വരയ്ക്കാൻ പോവാണ്. നമുക്ക് നേരെ കാണിച്ചു തരാം ഞങ്ങൾ. അപ്പോൾ വരച്ച് കഴിഞ്ഞു. ഇവിടെ ജയില്, ഇവിടെ ഗോ ടു ജയില്, ഇവിടെ ഫ്രീ പാർക്കിംഗ്, ഇവിടെ ഗോ ആണ്. അപ്പോൾ ഇവിടെ ഇത്തിരി ഡിസൈൻസൊക്കെ ഇവിടെ ഓരോരോ സ്ഥലങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഞാൻ അതിൽ 10 എണ്ണം ചെയ്തിട്ടുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എണ്ണം ചെയ്തിട്ടുണ്ട്. ഇത് 2 സ്ഥലം,
ഇത് ടാക്സ്, ഇത് റെയിൽവേ സ്റ്റേഷനാണ്, ഇത് ചാൻസ്, ഇത് 3 സ്ഥലമാണ്, ഇത് ജയിലും, ഇത് ഗോവാണ്. അപ്പോൾ ഇവിടെയും ചെയ്യണം, ഇവിടെയും ചെയ്യണം, ഇവിടെയും ചെയ്യണം. ഞങ്ങൾ പൈസയൊക്കെ ഇത് എത്രയായി, ഇത് അവളും ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവൾ കുറേ ആയി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതാ ഇത്രയും അവൾ ചെയ്തതാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ബോർഡ് ഇത് അത്രയും ചെയ്തു. അവൾ ഇതാ പൈസ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടെ ഫുള്ള് സ്ഥലത്തിൻ്റെയും മാർക്ക് ചെയ്തു. ഇവിടെ ഞാൻ വരയിട്ടിരിക്കുന്നത് മോണോപോളി എന്ന് ഇവിടെ എഴുതാനാണ്. അവളിത് അവിടെ പൈസ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്കാണ് നല്ല. അപ്പോൾ ഗൈസ് ഇവിടെ മോണോപോളി എന്ന് എഴുതണം. പിന്നെ ഇവിടെ ചാൻസ് കാർഡും ഇവിടെ കമ്മ്യൂണിറ്റി കാർഡൊക്കെ എഴുതണം ഗൈസ്. ഇനി പിന്നെ അടുത്ത പരിപാടി വരുന്നത് ഇതേപോലെ മോണിറ്റേഷൻ കാർഡ് ഉണ്ട്. അത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കാർഡിൽ ഇതേപോലെയൊക്കെ പേരൊക്കെ എഴുതി ഈ ഡിസൈനൊക്കെ കൊടുത്ത് ഇതേപോലത്തെ സ്ഥലങ്ങളൊക്കെ എഴുതണം. അത് ഇവിടെ ഇതിൽ കൊണ്ടുവരണം. ഇതാണ് ഇനി നമ്മുടെ അടുത്ത പരിപാടി വരുന്നത് ഗൈസ്. അപ്പോൾ ഇവിടെ മോണോപോളി സീനിയർ എന്ന് എഴുതി, ഇവിടെ ചാൻസ് കാർഡ്, ഇവിടെ കമ്മ്യൂണിറ്റി കാർഡ് എഴുതി. പിന്നെ ഇതേപോലെ ഞങ്ങൾ അടുത്ത പണിയായിട്ട് ചെയ്യാൻ പോണത് ഇങ്ങനത്തെ പൈസ ഞങ്ങൾ കുറച്ച് നേരം മുമ്പ് റെഡിയാക്കിയതിൽ ഇവിടുത്തെ ക്യാഷൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് 50 ആണ്. ഇനി അടുത്തത് 20-യും 10, 100, 500 ഒക്കെ ഞങ്ങൾ റെഡിയാക്കാൻ പോവാണ്. അതൊക്കെ റെഡിയാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ് ചാൻസ് കാർഡൊക്കെ ഇവിടെ ഇത് റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ മോണോപോളി കമ്മ്യൂണിക്കേഷൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങളിതിലൊക്കെ ചെയ്തതൊക്കെ ഇവിടെ ഫുള്ള് കളറൊക്കെ അടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. പൈസ വന്നിട്ട് ഞങ്ങളെല്ലാം അറേഞ്ച് ആക്കി വെക്കുകയാണ്. എല്ലാം 100 രൂപ, 1 രൂപ, 10, 5, 500 ഒക്കെ 50 ഒക്കെ എടുത്ത് വെക്കുകയാണ്. ഇനി അടുത്ത പണി വരുന്നത് ഇവിടെ മോണോപോളി മണി എന്നൊക്കെ എഴുതണം. ഇനി അതാണ് അടുത്ത പണി വരുന്നത്. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ കാണിച്ച പോലെ റെഡിയായി. ഈ പൈസ